ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ മിനിയാന്ന് കുമ്പളിക്കുന്ന പോയായിരുന്നു. അപ്പോൾ ഒരു സ്പൈസസ് കച്ചവടക്കാരനെ കണ്ടോടെ കടയായിട്ടിരിക്കുന്ന വർഷങ്ങളായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തോട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ചില കാര്യങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിൽക്കുമ്പോൾ വേറൊരാൾ വന്ന് എന്തോ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആ വ്യക്തിയോട് ചൂടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത്, എനിക്കിവിടെ നിലത്ത് നിൽക്കാൻ സമയമില്ല, അതിരാവിലെ ഇവിടെ വരണം, വൈകുന്നേരം ഞാൻ വീട്ടിൽ ചെന്ന ഒരു നേരത്താണ്, എനിക്ക് നടുവാനെടുത്തിട്ട് മേല, ഇത് ഈ പരിപാടി തന്നെയാണ് തൊഴിൽ, ഞാൻ മടുത്തു എന്ന്. ഇതെന്തിനാ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? ഇയാൾ മടുത്തെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ആരാ? ഇയാൾ തന്നെയല്ലേ. ഈ പണം ഉണ്ടാക്കാനുള്ള അമിതമായ ആവേശത്തിൻ്റെ പേരിൽ അതൊരു ഹരമായിട്ട് മാറി അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്നു. അതിന് വേറുള്ളവരോട് ചൂടായിട്ട് എന്താ കാര്യമുള്ളത്? ഇദ്ദേഹം തന്നെ നിയന്ത്രിക്കേണ്ട ആ കാര്യം, അതല്ലേ വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എനിക്കറിയാവുന്ന വേറൊരു കച്ചവടക്കാരനുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിരാവിലെ നേരം വിളിക്കുമ്പോൾ 6 മണിയാകുമ്പോൾ കട തുറക്കും. സകലവിധ സാധനങ്ങൾ കടയിലുണ്ട്, സിഗരറ്റ് മേടിക്കുന്നവർ മുതൽ എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ അദ്ദേഹം അതിരാവിലെ 6 മണിക്ക് കട തുറക്കും. വൈകുന്നേരം ഏറ്റവും ലാസ്റ്റ് കടയടയ്ക്കുന്ന ആൾ ഇദ്ദേഹമാണ്. ഒരു 11 മണിയാവും അദ്ദേഹം കടയടയ്ക്കുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും റൊട്ടീൻ ഇത് തന്നെ. ഇദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ട്, കടയിൽ നല്ല ചിലവുണ്ട്. ഇദ്ദേഹത്തിന് ഞായറാഴ്ചയും കട തുറക്കും. അതാണ്. അപ്പം എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്ന ആളാണ്. പക്ഷെ ഒരിക്കലും ഇദ്ദേഹത്തിന് എന്ത് ചെയ്താൽ ടൂർ എന്ന് പറഞ്ഞൊരു പരിപാടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. ഇദ്ദേഹം ഭാര്യയൊത്ത് സമയം ചെലവഴിക്കുന്നുണ്ടോ, കുട്ടികളൊത്ത് സമയം ചെലവഴിക്കുന്നുണ്ടോ? കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടല്ലോ, സ്വഭാവമായിട്ട് 2-3 നല്ല പിള്ളേരുണ്ട്. പക്ഷേ ഈ പിള്ളേർ ഇദ്ദേഹത്തിന് കാണാൻ പറ്റുമോ? രാത്രി 11 മണി വരെയും സ്വാഭാവികമായിട്ട് ചെറിയ കുട്ടികൾ ഉറങ്ങാതിരിക്കുമോ? ഇല്ല. അവർ രാവിലെ ഏൽക്കുന്ന സമയത്തായിരിക്കും. 7 മണിയൊക്കെ ആയിട്ടല്ലേ ഏൽക്കത്തുള്ളൂ. അതും മാതാപിതാക്കളെ കുത്തിയേൽപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം രാവിലെ 6 മണിക്ക് കട ഓപ്പൺ ആകണമെങ്കിൽ ഇയാളുടെ 5:30 ഇദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ? ഈ കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. വൈകുന്നേരം ചിലപ്പോൾ കുട്ടികൾ ഉറങ്ങും, രാവിലെ നേരം നോക്കുമ്പോഴത്തേക്കും കുട്ടികളെ കാണാനും പറ്റില്ല. എന്ത് ബന്ധമുണ്ട് അപ്പനും ആ ഒരു മക്കളുമായിട്ട്? അല്ലേ? എന്തിനാണ് ഇദ്ദേഹം സമ്പാദിച്ചു കൂട്ടുന്നത്? എൻ്റെ ചോദ്യം അതാണ്. മറ്റേ കടക്കാരൻ്റെ കാര്യം, സ്പേസസ് കടക്കാരൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്നത് തന്നെയാണ്. ഇദ്ദേഹം മറ്റുള്ളവരുടെ അസ്വസ്ഥമാണെന്ന് ചൂടാവുന്നതിൻ്റെ കാരണം എന്താണ്? ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തെ നിയന്ത്രിക്കണ്ടേ? അദ്ദേഹം തന്നെ ചിന്തിക്കണം, ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടുന്നു? എൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ വിശ്രമവും ഇല്ല, എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല, ഇതെന്തിനു സമ്പാദിച്ചു കൂട്ടുന്നു? അത് ചിന്തിക്കണ്ടേ? ഒരു കാര്യം ശരിയാണ്, ഉണ്മാനും ഉടുപ്പാൻ നമുക്ക് വേണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ യാതൊരുവിധ എൻജോയ്മെൻറ്റും ഇല്ലാതെ ഈ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്ത് പ്രയോജനം? അങ്ങനെ ജീവിക്കുന്ന അനേക ആളുകളുണ്ട്. അവരെ കുറിച്ചൊന്ന് ചിന്തിക്കണം. അവർക്ക് അസൂയ മറ്റുള്ളവരുടെ, അവർക്ക് മറ്റുള്ളവരെ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഈ പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം അവർ തന്നെയല്ലേ? നിങ്ങളൊന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കി. ഇതിനാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം? അല്ലേ? അതുകൊണ്ട് പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയുള്ള ആളുകൾ നിങ്ങൾ ദയവായിട്ടൊന്ന് ചിന്തിക്കുക. ഒരു താൽക്കാലിക ജീവനല്ലേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ? അതിങ്ങനെയുള്ള പണത്തിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞ് നശിപ്പിക്കാനുള്ളതാണോ? കൂട്ടുകാരൊത്ത് വല്ലപ്പോഴും എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോവുക, അല്ലേ? 2 ദിവസത്തെ കച്ചവടം പോയാൽ പോട്ടെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതം കളഞ്ഞല്ലേ ഇത് ചെയ്യുന്നത്? കാരണവന്മാർ പറയുന്നൊരു പഴമൊഴിയുണ്ട്, താൻ ചത്ത് മീൻ പിടിക്കരുതെന്ന്. കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അത് ഒരു ശരിയായ കാര്യമാണ്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതാണ്. പണം സമ്പാദിക്കണം, അത് അത്യാവശ്യമാണ്. പക്ഷെ അത് ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ് സമ്പാദിക്കുന്നത്? നമ്മുടെ ജീവിതം സന്തോഷപരമാക്കാൻ വേണ്ടിയല്ലേ? ഇത് സന്തോഷമില്ല, പണശേഖരണം മാത്രമേ ഉള്ളൂ, സന്തോഷമില്ല. സന്തോഷത്തിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സന്തോഷത്തിനുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ എങ്ങനെ സന്തോഷം കിട്ടും? അതനുസരിച്ച് പിരിമുറുക്കങ്ങൾ, അസ്വസ്ഥത, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. മറ്റുള്ളവരോട് സൗമ്യമായിട്ട് ഇടപെടാൻ നിങ്ങൾക്ക് പറ്റിയില്ല. ഇങ്ങനെയുള്ള ഒത്തിരി അനവധി കാരണങ്ങളുണ്ട്. ഇതിൻ്റെ കാരണം വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ടിപ്സുകൾ പ്രദാനം ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.